70കളുടെ അവസാനം സിനിമയിൽ സജീവമാകുന്നു. ഫസ്റ്റ് സിനിമ ആ ബ്രേക്ക് എങ്ങനെയായിരുന്നു മാളച്ചേട്ടാ? ബ്രേക്ക് എന്ന് പറഞ്ഞത് എന്നെ ശ്രീമൂലം വിജയൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, സർവകലാവല്ലഭനായിരുന്നു. അദ്ദേഹം മദ്രാസിൽ നിന്നൊരു ടെലഗ്രാം ചെയ്യും. ചേട്ടൻ്റെ ചേട്ടൻ. അതെ, 78 ഞാൻ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച കൊല്ലം ആ നാടകം തിരുവനന്തപുരത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെലഗ്രാം ചെയ്തു വീട്ടിലേക്ക്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ടുഡേ എന്നാണ്. ഞാൻ പകരം വിളിച്ചാലോ എന്തിനാണെന്ന് മനസ്സിലായി എനിക്ക്. പ്ലീസ് സെൻഡ് എ പ്ലെയിൻ എന്ന് പറഞ്ഞ് ഞാൻ ഒറ്റ അടിച്ചു. അപ്പോൾ പുള്ളി ചിരിച്ചു. പിന്നെ ചേട്ടാ ഒരു സമയം എന്താ, ഞാൻ വരാമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് അവിടുന്ന് പുറപ്പെടാൻ ട്രെയിനിൽ പോയി. അവിടെ ചെന്നപ്പോൾ വിജയേട്ടൻ PG വിശ്വംഭരൻ കൂടി ഒരുമിച്ചാണ് ഇരിക്കുന്നത്. മധുരിക്കുന്ന രാത്രി എന്ന് പറയുന്നൊരു പടം. അതിനു മുമ്പ് P ചന്ദ്രകുമാർ എന്ന് പറയുന്ന ഡയറക്ടർ ഡോക്ടർ ബാലകൃഷ്ണൻ സാറിൻ്റെ പടത്തിലേക്ക് എന്നെ ചെറിയ ചെറിയ റോളുകളിലേക്ക് വിളിച്ചു. അങ്ങനെ അത് വലിയ മെച്ചമായില്ലെങ്കിൽ തന്നെ അതൊരു ഇൻസ്പിറേഷനായിരുന്നു എനിക്ക്. തല കാണിച്ചു തലയല്ല മൊത്തം കാണിച്ചു, ഉടലും കാണിച്ചു. അപ്പോൾ അതിൽ നിന്നൊരു ഇൻസ്പിറേഷനായി വന്നപ്പോഴത്തേക്കും വിജയേട്ടൻ എനിക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തിട്ട് മധുരിക്കുന്ന രാത്രി ഒരു പോലീസുകാരൻ കുട്ടമ്പിള്ള എന്ന് പറയുന്ന ഒരു കഥാപാത്രം. കുറേ കാലം പോലീസുകാരനായി നടന്നു. ഇല്ല, അങ്ങനെയൊക്കെ പോയി. സിനിമയിൽ കുറേ പോലീസുകാർ ഇഷ്ടം പോലെ അങ്ങനെയൊക്കെയാണ്. ആദ്യത്തെ വേഷം എന്തായിരുന്നു താങ്കളുടെ? ഒരു പ്രാന്തൻ്റെ വേഷമാണ്. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യേണ്ടി വന്നില്ല. അതായത് വേറൊന്ന് തളിരുകൾ എന്ന് പറയുന്ന പടം ഡോക്ടർ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്യുന്നതാണ്. ഹരിഹരൻ അസോസിയേറ്റഡായിരുന്നു. അപ്പോൾ അതിൽ മദ്രാസിൽ വെച്ച് ഷൂട്ടിങ്. ഒരു പ്രാന്താശുപത്രിയിലെ പേഷ്യൻ്റാണ് നാഗേഷ്. അയ്യോ, നാഗേഷ് എന്ന് പറയുന്ന മഹാൻ ആരാണ്, എന്താണ് ഈ ലോകത്തിലെ ഒരാളില്ല അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ്. ശിവാജി ഗണേശൻ, നാഗേഷ്, സത്യൻ, ഇങ്ങനെ പോകുന്ന ഇത്. പഴയ ആൾക്കാരെ പറ്റി പറയുമ്പോൾ ഈ മരിച്ചു പോയവരൊക്കെ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആദ്യം ഞാൻ P ഭാസ്കരൻ മാഷ കാര്യം പറയും, MS ബാബുരാജിൻ്റെ കാര്യം പറയും, തിലകഞ്ചേട്ടൻ്റെ കാര്യം പറയും, P ജാനിയുടെ കാര്യം പറയും, NM പിള്ളയുടെ കാര്യം പറയും. പിന്നെ തമിഴിൽ നിന്ന് ശിവാജി ഗണേശൻ, നാഗേഷ്, തങ്കവേലു, ഇത്ര ആൾക്കാരുടെ കാര്യം പറയും. ഇവരൊക്കെ തിരിച്ചു വരണം. അതോടൊപ്പം തന്നെ എൻ്റെ അനിയനൊരു എൻ്റെ സഹോദരൻ മരിച്ചുപോയി, രാമനാഥൻ എന്നായിരുന്നു എൻ്റെ പേര്. അവരും തിരിച്ചു വരണം. ആദ്യത്തെ രംഗം ഭ്രാന്തൻ്റെ ആയിരുന്നു. അതെ, ചിലർ പറഞ്ഞോ വേണോ ഈ ഫസ്റ്റ് ഷോട്ട് തന്നെ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഭ്രാന്തനായിട്ട് അവർക്ക് കുറേ ഭ്രാന്തന്മാരിങ്ങനെ ഗ്രൗണ്ടിൽ കൂടെ അങ്ങനെ ഡാൻസ് ചെയ്ത് പാൻറ്റിൻ്റെ ഒരു കാലിങ്ങനെ കയറ്റി വെച്ചാൽ ഭ്രാന്തനാകും, ബട്ടൺസ് തെറ്റിച്ചിട്ടാൽ ഭ്രാന്തനാകും എന്ന് പറയുന്നൊരു കൺസെപ്റ്റുള്ള കാലത്ത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു പ്ലാവിൻ്റെ ചോട്ടിൽ പ്ലാവിൻ്റെ ഇലകളെ കൂട്ടി കുത്തിയിട്ട് ഒരു കിരീടം ഉണ്ടാക്കി. അതിനടുത്തുനിന്ന് ഒരു സ്വന്തമായിട്ട് ഈർക്കലുണ്ട് ഇങ്ങനെ കൂട്ടി കുത്തി കിരീടം ഉണ്ടാക്കി ഇങ്ങനെ വെച്ചു. ഒരു കഷ്ണം വടിയെടുത്തിട്ട് ഫ്ലൂട്ടായിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അത് നാഗേഷ് കണ്ടു. ഹലോ, വാടാ നീ വാ, എന്നെയാണോ? വാടാ ഇങ്ങ, നീ എൻ കൂടെ ആക്ട് பண்ண முடியுமா உங்களுக்கு? സാർ, ദൂരെ നിന്നുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത യോഗ്യതയില്ലാത്ത ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുക. പകരൂ ഗാനരസം മനമേ നുകരൂ ഗാനരസം എന്നൊരു പാട്ടുണ്ട്. ബാലമുരളി കൃഷ്ണ പാടിയ പാട്ട് ഇദ്ദേഹം പാടുന്നു. ഇദ്ദേഹത്തിൻ്റെ മുകളിൽ തലയ്ക്ക് മുകളിൽ ഒരു ഉറുമ്പിനെ കൊണ്ടുവന്ന് വയ്ക്കുന്നു, പുളി ഉറുമ്പിനെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഗാമപ്പമ എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ കാണിക്കാം. ഉറുമ്പ് ഇതിലും കയറി. എന്നിട്ട് ഞാനവിടെ കിടന്നിങ്ങനെ ഫ്ലൂട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നടുക്ക് കൂടി നട്ടിലും കൂടി കയറി ആണ് പോകുന്നു. ആ ഒരു ഷോട്ടാണ്. എന്നെ വിളിച്ചു ഇയാൾ, നീ നല്ല ആക്ടർ പണിയാണ്. ഹരിഹരൻ സാർ എന്താ അന്ന് എൻ്റെ എവിടെ വീട്, എൻ്റെ പേര് അഡ്രസ്സ് എടുത്തു. പിന്നെ മുത്തുച്ചിപ്പികൾ എന്ന് പറയുന്ന പടത്തിലാണ് അദ്ദേഹം വിളിച്ചത്. അപ്പോഴേ സാധ്യത ഉണ്ടായുള്ളൂ. സ്വന്തം തന്ത പടം എടുത്താൽ പോലും റോളില്ലെങ്കിൽ അച്ഛൻ വിളിക്കൂല എന്നെ, നീ വേറെ വല്ല പടത്തിൽ പോകാൻ പറയും. കോൺഫിഡൻസ് ആയോ ഫസ്റ്റ് വേഷം കൊണ്ട് തന്നെ? ഇല്ല, അത് ഇങ്ങനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല. പിന്നെ മധുരിക്കുന്ന രാത്രിയിൽ എനിക്ക് ധൈര്യപ്പെട്ട് വളരെ കോൺഫിഡൻസ് ആയി എനിക്ക്. 80കളായപ്പോഴേക്കും മാളച്ചേട്ടൻ തിരക്കേറിയ നടനാകും. അതെ, ലൊക്കേഷനിലേക്ക് ഓടുന്നു. 4 പടമൊക്കെ ഒരു ദിവസം ചെയ്തിട്ടുണ്ട് ഞാൻ. ക്ഷമിച്ചു എന്നൊരു വാക്ക്, അടുക്കാൻ എന്തെളുപ്പം, പണം വന്ന് കയറിയല്ലേ? അതെ, പണം വന്ന് കയറിയിട്ടില്ല. പടത്തിൻ്റെ കൂടെ പണവും വന്നില്ലേ? ഇല്ല, അത്രയും വന്നില്ല. ഒരുപാട് പേര് പറ്റിച്ചോ? കുറേ ആൾക്കാർ, കുറച്ചാൾക്കാർ. എല്ലാവരും പറ്റിയെന്ന് പറയാൻ പറ്റില്ല. വണ്ടിച്ചക്കൊക്കെ നിർത്തി ഞാൻ. പക്ഷേ വണ്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ട് വണ്ടിച്ചക്ക് ഞാൻ. അത്രത്തോളം കിട്ടി. പക്ഷേ വീട്ടിൽ നല്ല സൗകര്യങ്ങൾ വർദ്ധിച്ചു. വലിയ സൗകര്യങ്ങളൊന്നുമില്ല. പഴയൊരു വീട്, 33 വർഷം വെച്ചൊരു ചെറിയ വീട്, ഒരു ചെറിയ കുടുംബം, ഒരു കൊച്ചു ബാങ്ക്, അങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുക. മക്കളൊക്കെ ഒരുപാട് തിരക്കില്ലാത്ത നിലയിലെത്തിയിട്ടുണ്ട്.
മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. 2 കുട്ടികളായി അവൾക്ക്. അവളുടെ മൂത്ത മോൻ BSc ഫൈനൽ ഇയർ പഠിക്കുന്നു. അപ്പു എന്നാണ് പേര്. അവളുടെ മകള് ദേവി. എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചു. ഓക്കെ, മകൻ്റെ കല്യാണം കഴിഞ്ഞു. നല്ല സുഖ സൗകര്യത്തിലേക്ക് ഇപ്പോൾ ദൈവം അങ്ങനെ പറയാണ്ടിരിക്കാൻ നോക്കി.